ഭക്തരെ, അനന്തരഫലത്തെ ഭയക്കാതെ ശ്രമിക്കുക. അതാണ് യഥാർത്ഥ ധൈര്യം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ലോകം തന്നെ വഴിയൊരുക്കും. ആരംഭം ചെറുതായാലും പേടിക്കേണ്ട. വലിയ സ്വപ്നങ്ങൾ അതിൽ നിന്ന് പിറക്കും. നിങ്ങളുടെ ക്ഷമയാണ് നിങ്ങളുടെ ശക്തി. ഭക്തരെ, ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. എല്ലാം മാറും. ബന്ധങ്ങൾ മായും. സമ്പത്തും ആരോഗ്യവും ക്ഷയിച്ചെന്ന് വരും. മനുഷ്യർ സ്വന്തം താൽപ്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. യഥാർത്ഥ വിശ്വസ്തത വിരളമാണ്. ദുരിതം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഓരോ കർമ്മത്തിനും ഉറച്ച ഫലങ്ങളുണ്ട്. അനന്തമായ ആഗ്രഹങ്ങൾ മാനസിക ക്ലേശങ്ങൾ സൃഷ്ടിക്കുന്നു. ജനനവും മരണവും ആത്യന്തികമായി ഒറ്റയ്ക്കാണ്. ഭക്തരെ, സ്നേഹിച്ചിട്ടുണ്ടോ എന്നല്ല, സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനാണ് പ്രയാസം. ജീവിതത്തിൽ എത്ര നല്ല മനുഷ്യരെ നിങ്ങൾ കണ്ടുമുട്ടി എന്നല്ല, നിങ്ങളിലെ മനുഷ്യനെ എത്ര പേർ കണ്ടെത്തി എന്നതാണ് പ്രധാനം. ഭക്തരെ, ഒരു മനുഷ്യനോട് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം എല്ലാ ദിവസവും പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ, എന്നിട്ടും അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എങ്കിൽ, ഒരിക്കലും അതിനർത്ഥം അവർ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നില്ല എന്നല്ല. മറിച്ച് അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നാണ്. അവർ നിങ്ങൾക്ക് യാതൊരു ബഹുമാനവും നൽകുന്നില്ല എന്നാണ്. ഭക്തരെ, പുതിയ സ്വപ്നം കാണാനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കാനോ പ്രായപരിധി ഇല്ലെന്ന് തിരിച്ചറിയുക. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. അതാണ് ഈ ലോകം. ഭക്തരെ, മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരുമുണ്ടാകില്ല. പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. ഭക്തരെ, എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. ഭക്തരെ, സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യരോളം വേദനിക്കുന്ന മറ്റൊരാളും ഈ ഭൂമിയിലുണ്ടാകില്ല. പലരും ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വെറുക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താനുള്ള ആഗ്രഹം സാധിക്കാത്തതിനാലാണ്. ഭക്തരെ, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നില്ല. മറ്റുള്ളവർക്ക് ഉള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഭക്തരെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ജീവിക്കേണ്ട കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലാത്തിടത്ത് പറയേണ്ട ആവശ്യവുമില്ല. തെറ്റ് ചെയ്തവരല്ല ഒറ്റപ്പെടുക, തെറ്റിനെ ചൂണ്ടിക്കാട്ടുന്നവരും ആ തെറ്റിനെതിരെ ശബ്ദമുയർത്തുന്നവരുമാണ് ഒറ്റപ്പെടുക. നിങ്ങൾ കരഞ്ഞു തീർത്ത കണ്ണീരിൽ സത്യമുണ്ടെങ്കിൽ, നിങ്ങളെ സന്തോഷിപ്പിക്കും വിധം അതിന് ഒരുത്തരവും ഉണ്ടാകും. ഭക്തരെ, ആത്മാവ് അനശ്വരമാണ്, ശരീരമല്ല നിങ്ങൾ. ആ സത്യം തിരിച്ചറിയുക. മനുഷ്യൻ എപ്പോഴും മറന്നുപോകുന്നതും തിരിച്ചറിയാൻ വൈകുന്നതും സ്വന്തം ഇഷ്ടങ്ങളെയാണ്. ഭക്തരെ, പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാവുമ്പോഴാണ് ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. ജീവിതത്തിൽ പിന്നെ എല്ലാം എളുപ്പമായിരിക്കും. കാരണം എല്ലാവർക്കും വ്യത്യസ്ത ജീവിതങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത്. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. ഓം നമഃ ശിവായ.